വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്ത IC ബാലകൃഷ്ണൻ MLA ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. ബത്തേരി DYSP അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുക. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് IC ബാലകൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി സുജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും ടെലിഫോൺ ലൈനിൽ ചേർന്നത്. സുജിത്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഈ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് അറിയിക്കുന്നത്. വളരെ നിർണായകമാണ്. അതെപ്പോഴാണ് നടക്കുക? വിവരങ്ങൾ എന്താണ്? പ്രജിൻ ക്രിസ്റ്റീന, ഇന്ന് രാവിലെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനത്തിന് ശേഷം വയനാട്ടിലേക്ക് എത്തുമെന്നുള്ള വിവരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനുശേഷമാകും ചോദ്യം ചെയ്യലിന് ഹാജരാകുക. ഇന്ന് ബത്തേരി DYSP ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യുക. അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള DYSP അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടത്തുക. പ്രധാനമായും ഈ NM വിജയന്റെ കത്തിൽ പേരുള്ള ആളുകളെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ഇന്നലെ രണ്ടുപേരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നു. DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും ഒപ്പം തന്നെ മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള KK ഗോപിനാഥന്റെയും ചോദ്യം ചെയ്യലാണ് പൂർത്തിയായത്. ഇതിനുശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ സാങ്കേതിക നടപടി മാത്രമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തൽ എന്നുള്ളത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ IC ബാലകൃഷ്ണനെതിരെയും സമാനമായ കുറ്റം തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. IC ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെ മുതൽ നടക്കും. 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ നടപടിയാണ്. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതേസമയം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് CPIM പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനമാണ്. CPIM ബത്തേരിയിൽ 25-ാം തീയതി മനുഷ്യച്ചങ്ങല ഉൾപ്പെടെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണ ജാഥകൾ 3 മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ ജാഥകളും CPIM നടത്തുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിരോധം ഒരു ഭാഗത്ത് CPIM സൃഷ്ടിക്കുന്നു. ഇതിനിടയിൽ ഇന്നലെ KPC പ്രസിഡന്റ് K സുധാകരൻ ഈ ബന്ധുക്കളെ, അതായത് NM വിജയന്റെ വീട്ടിലെത്തിയിരുന്നു. മാത്രമല്ല ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഈ വായ്പ ഏറ്റെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ, അദ്ദേഹത്തിന്റെ കടം ഏറ്റെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടി കുടുംബാംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ അത് തുറന്നു പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് CPM ശക്തമായ രീതിയിൽ പ്രതിഷേധം തുടരുന്നു. അതിൽ MLA-യുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPM പ്രതിഷേധം തുടരുന്നത്. പ്രജിൻ ക്രിസ്റ്റീന. ശരി, സുജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.